ഹായ് വിബേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾ. ഇനി ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്ങും നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാമെന്നാണ്. അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവരുടെ ബലമെല്ലാം പോയി ഇവർ തളർന്നിരിക്കുകയായിരുന്നിട്ടുണ്ട് എങ്കിൽ കഴിഞ്ഞ പാസ്റ്റ് സമയങ്ങളിൽ ഇപ്പോൾ ഇവർ അത് വീണ്ടും നല്ല ഒരു ബലത്തിൽ വന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്ന എനർജി കാണുമ്പോൾ. അതായത് എന്നെക്കൊണ്ട് ഒന്നിനും സാധിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരുന്ന ആളിപ്പോൾ നല്ല സ്ട്രെങ്തിൽ നല്ല ബലത്തിലിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്തും ചെയ്യാമെന്നുള്ള നിങ്ങൾക്ക് ഇവരിൽ പല പവറും കാണാൻ സാധിക്കും വരാൻ പോകുന്ന സമയം. അതായത് ഇവർ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാതെ മാറി നിന്നിട്ടുണ്ട് എങ്കിൽ ഇനി വരാൻ പോകുന്ന സമയം ഇവർ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ എക്സ്പ്രഷൻ ഓഫ് ലവ് നിങ്ങൾക്കിടയിൽ ഇല്ല എന്നിട്ടുണ്ട് എങ്കിൽ ഇനി ഇവരുടെ ഭാഗത്തുനിന്ന് എക്സ്പ്രഷൻ ഓഫ് ലവ് നിങ്ങളുടെ നേർക്കുണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കൂടാതെ ഇവർ ഓൺ ഓഫ് സിറ്റുവേഷനിലായിരുന്നു നിങ്ങളുമായിട്ട് എങ്കിൽ ഇനി നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ ഇവർ പെരുമാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഓൺ ഓഫ് സിറ്റുവേഷനൊക്കെ മാറ്റി അതായത് നല്ല ഒരു ബെറ്റർ സിറ്റുവേഷനിലേക്ക് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്ന. വരാൻ പോകുന്ന സമയം മോശം അവസ്ഥയിൽ പോയിക്കൊണ്ടിരുന്നവർക്കൊക്കെ ബെറ്റർ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. ഇനി ഇതിനെയും കാട്ടി മോശമായിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിങ്ങളുടെ പേഴ്സൺ കുറേ നാളായിട്ട് കുറേ മാസങ്ങളായിട്ട് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പോലും തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുവാനുള്ള ഒരു തോട്ട്സ്, ഒരു ചിന്ത ഇവർക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കുറേ ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിലോ നമ്പർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ അങ്ങനെയുള്ള പേഴ്സൺ തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് റീ എൻട്രി ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഈഗോ അവസാനിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് അവർ എത്ര മോശം സാഹചര്യത്തിലായിട്ട് പോലും നിങ്ങളുടെ അടുത്തേക്ക് വരണം, നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കണം എന്നൊക്കെയുള്ള ആ തോന്നൽ അവർക്ക് വരുന്നത്. ആരുടെയൊക്കെ പേഴ്സണാണോ തെറ്റായ ഡയറക്ഷനിൽ പൊയ്ക്കൊണ്ടിരുന്നത് അങ്ങനെയുള്ള ആൾക്കാരുടെ പേഴ്സണെല്ലാം ശരിയായ ഡയറക്ഷനിൽ പോയിട്ട് ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ തേർഡ് പാർട്ടി റിലീസിങ്ങിൻ്റെ ആ ഒരു വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത്. ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്ക് നേരെ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടി അപ്പോൾ എൻഡായി പോകും അല്ലെങ്കിൽ റിലീസായി പോകും. ഇവിടെ തേർഡ് പാർട്ടി റിലീസായാൽ മാത്രമേ നിങ്ങൾ തമ്മിൽ യൂണിയൻ ആവുകയുള്ളൂ. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർക്ക് യൂണിയൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവരുടെ മനസ്സിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കാര്യം, നിങ്ങൾക്ക് ഇപ്പോൾ സുഖമാണോ, നിങ്ങളുടെ അവസ്ഥ എന്താണ് എന്നൊക്കെയുള്ള ചിന്ത മാത്രമാണ് അവരുടെ മനസ്സിലുള്ളത്. അതായത് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയാലും ഓൺ ഓഫ് സിറ്റുവേഷൻ ആയാലും ബ്ലോക്ക് സിറ്റുവേഷനിലായും എന്തായാലും ഇവിടെ ഏത് സിറ്റുവേഷനിലാണോ ഇവർ ട്രാപ്പഡായിട്ട് ഇരുന്നത് ആ ഒരു സിറ്റുവേഷനിൽ പുറത്ത് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ടൈം പീരീഡിൽ കംപ്ലീഷൻ ഉണ്ടാവണം എന്നുള്ള ആ ഒരു തോട്ട്സ് ഇവരുടെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തുനിന്ന് കംപ്ലീഷന് വേണ്ടി ആക്ഷൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിലോ ചതിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിലോ എന്തു ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ അവസ്ഥ, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ച് ഇവരുടെ ഭാഗത്തുള്ള തെറ്റ് മനസ്സിലാക്കി പശ്ചാത്തപിച്ച് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവരുടെ ഈഗോ അവസാനിച്ചു. അതുകൊണ്ട് തന്നെ ഇവർ റൊമാൻറ്റിക് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളോട് സംസാരിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുമായിട്ട് സംസാരമുണ്ടാകും. നിങ്ങളെക്കുറിച്ച് ഇവരുടെ കുടുംബത്തിൽ പറയും. കുടുംബത്തിലുള്ളവർ എന്താണ് പറഞ്ഞത് നിങ്ങളോട് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നിങ്ങൾക്ക് ഫേവറബിളായിട്ടാണ് ഉള്ളത്. ഇവിടെ ഇവർ ഫാമിലിയോട് നിങ്ങളെക്കുറിച്ചുള്ള കാര്യം പറയുമ്പോൾ ഇവർക്ക് ചിലപ്പോൾ റിജക്ഷൻ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് ഫാമിലിക്ക് ചിലപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അവർ ഉറപ്പായിട്ടും റിജക്റ്റ് ചെയ്യും നിങ്ങളെ. ഇവിടെ ഫാമിലി സമ്മതിക്കുന്നില്ല എങ്കിൽ അതർ സിറ്റുവേഷൻ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അത് ഇവർ ഇനി നോക്കത്തില്ല. അതായത് എന്ത് ഫാമിലി സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഏത് അതർ സിറ്റുവേഷൻ ഉണ്ടായാലും അതിൻ്റെ നെക്സ്റ്റ് ലെവൽ, അതായത് ഇവർ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ അടുത്ത് എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുക, അങ്ങനെ നെക്സ്റ്റ് ലെവലിൽ നോക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ആരാണോ ഇവർക്ക് സഫറിങ് കൊടുത്തത്, ആരാണോ ഇവർക്ക് പെയിൻ കൊടുത്തത്, അവരിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയുടെ ആ ഒരു ഫ്ലോ. ഇനി നമുക്ക് കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. ഇവിടെ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സണ് മറ്റുള്ളവരുടെ റിയാലിറ്റി,
ആൾക്കാരുടെ റിയാലിറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നു. എത്ര ആൾക്കാർ എത്ര രീതിയിൽ എങ്ങനെയൊക്കെയാണ് ഇവരുമായിട്ട് കണക്റ്റ് ആകുന്നത് എന്നൊക്കെ ഉള്ള കാര്യം ഇവർക്ക് മനസ്സിലാകുന്നു. അതായത് ആർക്കാണ് എൻ്റെ സന്തോഷം കണ്ടിട്ട് സന്തോഷം തോന്നുന്നത്, ആരാണ് എനിക്ക് വേണ്ടി എൻ്റെ കൂടെ നിൽക്കുന്നത്, ആരാണ് എന്നെ കൂടെ നിൽക്കാതെ എന്നെ വെറുക്കുന്നത് എന്നൊക്കെ ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ ടൈം പീരീഡിൽ. ഇപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഇവർക്കൊരു ഒറ്റപ്പെടൽ തോന്നും. അതായത് ആരും എൻ്റെ കൂടെ ഇല്ല, എനിക്ക് എൻ്റെ പേഴ്സൺ മാത്രമാണ് ഉള്ളത് എന്നുള്ള തോന്നൽ ഇവർക്ക് വരും. കാരണം ഇവരുടെ കൂടെ ഉള്ളവരാരും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല, നിങ്ങൾ മാത്രമാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് നിങ്ങൾ ഓർമ്മ വരും, നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ തോന്നും, നിങ്ങളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് വരണമെന്ന് ഇവർക്ക് തോന്നും. ഇവിടെ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കും, നിങ്ങൾക്ക് വേണ്ടി ഭയങ്കര റെസ്പെക്റ്റ് ആകും ഇവർ, നിങ്ങൾക്ക് കെയർ ചെയ്യും, നിങ്ങൾക്ക് വേണ്ടി അപ്പോൾ ആക്ഷൻ എടുക്കും. അപ്പോൾ ഇവർക്ക് തോന്നും നിങ്ങളാണ് ഇവരുടെ പ്രഷ്യസ് ആയിട്ടുള്ള ആ ഒരു വ്യക്തി, നിങ്ങളെ ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല, നിങ്ങൾക്ക് ഫേവറായിട്ട് ആക്ഷൻ എടുക്കണം, സ്റ്റാൻഡ് എടുക്കണമെന്ന് അപ്പോൾ ഇവർക്ക് തോന്നും. ഇവിടെ ഡിവൈനും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ബ്ലോക്കേജസ് എല്ലാം ഹീലാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾക്ക് ഫേവറായിട്ട് ആക്ഷൻ എടുക്കാൻ തോന്നുന്നത്. കുറേ ആൾക്കാർ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ചെയ്യും, ഓൺലൈൻ സംസാരിക്കും, നേരിട്ട് കാണും. ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമായിട്ട് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വളരെ ഡീപ്പായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് നിങ്ങൾ തമ്മിൽ ഉണ്ടാവുന്നത്. ന്യൂ മൂണിന് ശേഷമുള്ള ആ ഒരു എനർജി എന്ന് പറയുന്നത് എപ്പോഴും വളരെ ഹൈ ആയിരിക്കും. അതാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ന്യൂ മൂണിൻ്റെ സമയം നിങ്ങൾ വളരെയധികം ദുഃഖത്തിലായിരുന്നിട്ടുണ്ട് എങ്കിൽ എക്സ്ട്രീമിലി നിങ്ങൾ ദുഃഖത്തിലോട്ട് പോകും. നിങ്ങൾ വളരെ പോസിറ്റീവ് ആയിരുന്നിട്ടുണ്ട് എങ്കിൽ ന്യൂ മൂണിൻ്റെ ദിവസം പിറ്റേ ദിവസവും നിങ്ങൾ എക്സ്ട്രീമിലി പോസിറ്റീവ് ആകും. ഇവരുടെ ആ ഒരു മനസ്സിൻ്റെ ഇപ്പോഴത്തെ ആ ഒരു സ്ഥിതി എന്ന് പറയുന്നത് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. നിങ്ങളോടുള്ള റെസ്പെക്റ്റ് വളരെയധികം കൂടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ടൈം പീരീഡിൽ. ഇവിടെ ഇവരുടെ ലൈഫിൽ ഫിനാൻഷ്യൽ പ്രോബ്ലം, ഹെൽത്ത് പ്രോബ്ലം, എന്ത് പ്രോബ്ലം ആയിക്കൊള്ളട്ടെ നടക്കുന്നത്, അവിടെയെല്ലാം നിങ്ങളുടെ ഒരു ആവശ്യം ഇവർക്ക് വേണ്ടി വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഇവർക്ക് തോന്നും ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് എൻ്റെ പേഴ്സൺ എൻ്റെ കൂടെ ഉണ്ടാവുന്നത്, എന്നെ ഗൈഡ് ചെയ്യുന്നത് എന്ന് അവർക്ക് തോന്നും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ഷൻ നോക്കാം. അത് നോക്കാം. നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൺ മാരേജ് റിലേറ്റഡ് ആയിട്ട് തേർഡ് പാർട്ടിയോട് ക്ലിയർ കട്ടായിട്ട് സംസാരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങളുടെ ആ ഒരു ഡെസ്റ്റിനി കണക്റ്റ് ആയിട്ടുണ്ട് എങ്കിൽ വരാൻ പോകുന്ന 8 മണിക്കൂറിന് അല്ലെങ്കിൽ 16 മണിക്കൂർ അല്ലെങ്കിൽ 36 മണിക്കൂറിൽ നിങ്ങൾ തമ്മിൽ യൂണിയൻ ആകും. അതിനു വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു നീക്കം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കിടയിൽ പ്രോബ്ലം സൃഷ്ടിക്കുന്ന ആൾക്കാരോട് നിങ്ങളുടെ പേഴ്സൺ വിരോധം കാണിക്കുന്നതായിട്ടും കാണാം. ഇവിടെ നിങ്ങൾക്കിടയിൽ എല്ലാം അവസാനിച്ചിട്ടുണ്ട് എങ്കിൽ അതെല്ലാം വീണ്ടും ഒന്നേന്ന് സ്റ്റാർട്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിന്ന് കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവരുടെ ഇമോഷൻ വളരെ ഹൈ ആയിരിക്കും. ഇവരുടെ ഇന്നർ വോയിസ് ഇവരോട് എന്താണോ പറയുന്നത് അത് കേട്ട് ആക്ഷൻ എടുക്കും. അപ്പോൾ ആരൊക്കെയാണ് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളത് അവരുടെയൊക്കെ തേർഡ് പാർട്ടി എൻഡ് ആകുന്നതായിട്ട്, ഇല്ലെങ്കിൽ റിലീസായി പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ റീഡിങ്. കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ റീഡിങ്ങിലോട്ട് പോകുമ്പോൾ ഇവിടെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവർ കോണ്ടാക്ട് സിറ്റുവേഷനിൽ തന്നെ ഇരിക്കും. പക്ഷെ ഒരു വാർണിംഗ് ഉണ്ട്. അതായത് ഇവർ തേർഡ് പാർട്ടിയുമായിട്ട് എന്തെങ്കിലും കാര്യത്തിൽ വഴക്കിട്ട് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അവർക്ക് നിങ്ങളൊരു സ്പേസ് കൊടുക്കുക. ഒറ്റപ്പെട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒറ്റപ്പെട്ടിരിക്കട്ടെ, നിങ്ങൾ ആവശ്യമില്ല അവരോട് വഴക്കിടാനൊന്നും പോകരുത്. ഇവിടെ ഫാമിലിയോട് ഇവർ എന്തെങ്കിലും സംസാരം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ആ ഒരു എഫക്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവർക്ക് കുറച്ച് സ്പേസ് കൊടുക്കുക. ആവശ്യമില്ലാതെ ഇവരോട് വഴക്കിടാൻ പോകരുത്. ഇവിടെ നിങ്ങൾ ആവശ്യമില്ലാതെ ഇവരെ ട്രിഗർ ചെയ്യാൻ പോയാൽ ബ്രേക്കപ്പ് വരെ ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് വേണമെങ്കിൽ ഇവരോട് ആവശ്യമില്ലാതെ വഴക്കിടാൻ പോകരുത്, ഇവർക്കൊരു സ്പേസ് കൊടുക്കുക. അപ്പോൾ ഇതാണ് കോണ്ടാക്ട് സിറ്റുവേഷനിലെ ആൾക്കാരുടെ പേഴ്സണൽ നെക്സ്റ്റ് ആക്ഷൻ. ഇനി ഡിവൈൻ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ആവശ്യമില്ലാതെ ഒരിടത്തും നിങ്ങൾ അഭിപ്രായം പറയാൻ പോകരുത് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഇത് ഡിവൈൻ്റെ ആ ഒരു സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
എന്നും ഏഞ്ചൽസ് പറയുന്നു. നിങ്ങളുടെ ഭാഗ്യത്തിൽ എന്താണോ ഉള്ളത് അങ്ങനെ ഉള്ള ഒരു സംഭവമായിരിക്കും ഈ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ നടക്കുന്നത് എന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത്. ഈ ഒരു ടൈം പീരീഡിൽ എക്സൈറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ലഭിക്കും. അലൈൻമെൻറ്റിൽ ഇരിക്കുവാനാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് റീഡിങ്ങിലൂടെ എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് യു സോ മച്ച്.